ഹലോ ഫാമി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനിടയിൽ നല്ല അടിപൊളി റെയിൽ പാളം കണ്ടപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തതാണ്. സ്ഥലം ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ എറവക്കാട് എന്നാണ് പറഞ്ഞു തന്നത്. പിന്നെ അവിടെ നിന്ന് ഇത്തിരി പോയപ്പോൾ ഹൈവേ കിട്ടി. അപ്പോൾ ഈ ഒരു ടോളൊക്കെ കണ്ടു കേട്ടോ. ശരിക്കും ഈ സൈഡിലേക്കല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയത്. അപ്പോൾ നല്ലൊരു ചായക്കട കണ്ടു. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി യാത്ര എന്നുള്ള ഇതിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഗായ്സ്. അപ്പോൾ നല്ല പരിപ്പ് വട, പിന്നെ അതുപോലെ ഉഴുന്നുവട, പിന്നെ എന്താ ഈ കാണുന്ന ഐറ്റംസുകളൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ബാക്കി യാത്രയുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിനി എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയേ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാടുകൾക്കിടയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അത് നേരിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ കുറേ വാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത്രയും മനോഹരമാണ്. അപ്പോൾ ഈ പ്രകൃതി രമണീയതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ഇഷ്ടമാവും. അപ്പോൾ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ റോഡുകളിലൊന്നും അധികം തിരക്കൊന്നും ഇല്ല. ഇനി ഞങ്ങൾ പോയെന്ന് തിരക്കില്ലാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, പക്ഷെ നല്ല അധികം തിരക്കൊന്നുമില്ലാത്തൊരു റോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല സുഖമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം കൂടുതലും റബ്ബർ മരങ്ങളാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല കട്ട വെയിലുള്ള സമയത്ത് ഇറങ്ങിയതാണ് ഗൈസ്. ഏകദേശം ചിമ്മിനി ഡാം എത്താനായിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും റബ്ബർ തോട്ടത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ പോയിട്ടാ. ഇപ്പോൾ മഴച്ചാറ് കുറേശ്ശെ വരുന്നുണ്ട്. ചെറിയൊരു മഴച്ചാറിൽ ആ ഒരു ഇത് ഉണ്ടെങ്കിലാണ് ഈ ഭാഗത്ത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ചെറിയൊരു മഴയ്ക്ക് ഉള്ളപ്പോൾ പോയാലാണ് ആ ഒരു വൈബ് കിട്ടുള്ളൂ, നല്ല രസം ഉണ്ടാവുള്ളൂ. നല്ല മഴയായാലും പേടിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കുമ്പോൾ വിള്ളത്തോട് പാലം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലത്തുമ്മൽ കൂടെ ഞങ്ങളിപ്പോൾ പതുക്കെ പോകും ഗൈസ്. ഇവിടൊക്കെ കാണാൻ നല്ല ഭംഗി. ഞാൻ തിരിച്ച് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പാലം കടന്നു ഞങ്ങളെത്തി. ഇതിപ്പോ ഈ ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചിമ്മിണി ഡാമിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടാ, കൊള്ളാം. ഇറങ്ങിയപ്പോ ഭയങ്കര ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അയ്യോ നല്ല വെയിലാണല്ലോ എന്ന്. പക്ഷെ ആ വിഷമം മാറിക്കിട്ടി. രക്ഷയില്ലേട്ടാ. ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ ഒരു ഭാഗത്ത് കൂടെ കടന്നു പോവാണ്. അയ്യോ കാട്ടുപൂത്ത പശു അല്ലത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ചെറുതായി മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇടാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗംഭീര മഴയായിരുന്നു. അപ്പോൾ ആ ഒരു യാത്ര നല്ല രസമായിരുന്നു. ഓവർ മഴയല്ല, എന്നാൽ മഴയുണ്ട്. അങ്ങനെയൊരു മൂഡിലൂടെയാണ് കേട്ടോ ഞങ്ങൾ കടന്നു പോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ റോഡെന്നൊക്കെ പറയാൻ ഒരു രക്ഷയില്ല. കുറേ പേരിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഫീൽ ചെയ്തപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ മയിലിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഈ പോകുന്ന യാത്രയിൽ കുറേ കുഞ്ഞു പുഴകളുണ്ട്. അപ്പോൾ അത് കാണാനും നല്ല രസമാണ്. അതിൽ കുറേ കുട്ടികളിങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അത് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു പുഴകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ചന്ദ്രാപ്പിനിന്ന് ചിമ്മിനി ഡാമിക്ക് ഏകദേശം 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, ഞങ്ങൾ 2.5 മണിക്കൂർ എടുത്തു അവിടെ എത്താനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് വളരെ പതുക്കെയാണ് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സേഫ് ജേണിക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാറുള്ളൂ കേട്ടോ. ഞങ്ങൾ പാലാപ്പള്ളിപ്പാറ റോഡിൽ കടന്നു ചിമ്മിനി ഡാം. കടലല്ലട പുഴ അരുവി
ആണല്ലോ. ചമ്പിയ വാർത്ത പറയാനുണ്ട് ഗൈസ്. ഞങ്ങൾ ഡാമിന്റെ ഫ്രണ്ടിലെത്തി. ഡാമിന്റെ ഫ്രണ്ടിലല്ല, ഡാമിലേക്ക് കടത്തി വിടുന്ന ആ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ആ ഉണ്ടാക്കുന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. 5 മണി വരെയുള്ള ഡാം കടത്തിയത് കറക്റ്റ് 5 മണിക്ക്. ഈ സമയത്തൊന്നുമില്ല ചമ്പിപ്പോയി. അപ്പൊ ഞങ്ങള് വേറൊരു ദിവസം വന്ന് ഡാം എന്തായാലും കണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് ഇനി അടുത്തത് ചൊക്കനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചിമ്മിണിയിലേക്ക് എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. കറക്റ്റ് 5 മണിക്കാണ് എത്തിയത്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ ഒരിക്കൽ പോകാം എന്നുള്ള പ്ലാനിൽ തിരിച്ച് റിട്ടേൺ അടിച്ചു ചൊക്കനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന റൂട്ടിൽ തന്നെയായിരുന്നു ചൊക്കന ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ചിമ്മിണിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചൊക്കനയിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഈ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ ചൊക്കനയിലേക്ക് പോകുന്നത് കേട്ടോ. അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചത് കൊണ്ട് എൻ്റെ കെട്ടിയോ സമ്മതിക്കണില്ല കയറാൻ. പിന്നെ ആ ബോർഡും ഉള്ളതിനാൽ ഒരു പേടി, അപ്പോൾ അതിനെ കയറണില്ല കേട്ടോ. അപ്പോൾ ചൊക്കനയിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യം കണ്ടൊരു നൂൽപ്പാലമാണിത്. അപ്പോൾ അത് പ്രൈവറ്റ് ഏരിയ ആണ്, അപ്പോൾ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ ചോദിച്ച് വഴി ചോദിച്ചിട്ട് ഞങ്ങൾ പിന്നെ ആണ് കറക്റ്റ് ചൊക്കനെ സ്പോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു സ്പോട്ടും കടന്ന് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ പോണ സമയത്ത് ഹസ്ബൻഡ് ഈ ഒരു കടയിൽ നിർത്തി ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പോട്ട് കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കുടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആളുടെ മനസ്സ് പോലെ തന്നെ ആ ഒരു സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഭാഗം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അറ്റ് ലാസ്റ്റ് ചൊക്കനയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി കൂടി ദൂരം പോയി വഴി അറിയാണ്ട്. അപ്പോൾ കാണുന്ന ഈ ഒരു വഴി ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചൊക്കനയിലെ ഒരു പാലത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം ഗൈസ്. ഉണി യെസ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് അടയാളമൊക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ട്. ഈ റോഡിൻ്റെ അവിടെയുള്ളൊരു എന്തോ പേര് അവർ പറഞ്ഞു, ഈ ഒരു ഗ്രില്ല് പോലത്തെ ഈ സംഭവം. അപ്പോൾ ദേ ഇക്ക വന്നിട്ടുണ്ട് ചായ കുടിച്ചിട്ട്. ഞങ്ങളപ്പോൾ പതുക്കെ അങ്ങോട്ട് നടക്കാൻ പോവാണ്. ഉണ്ണി അപ്പൊ നമുക്ക് പോയി നോക്കാം. ഉണ്ണി റെഡി? ഓക്കെ. വേറെ വഴിയാ. അപ്പോൾ കുഞ്ഞു ചെറിയ ചാറ്റൽ മഴയുണ്ട്, അധികം ഇല്ല. അപ്പം നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടാ. ഈ മഴ മതി, ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ അയ്യോ ഇത് ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, അവിടെ ചെന്നാൽ അറിയാം. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നീ സ്പോട്ടിൽ എത്തുമ്പോൾ നീ കാണും, അപ്പം നിനക്ക് ഇഷ്ടാവും. ഓക്കെ, സർപ്രൈസ് സർപ്രൈസ്. അപ്പൊ ഫ്രണ്ട്സ്, കുറേ നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഫുള്ള് വണ്ടിയിൽ തന്നെയായിരുന്നു യാത്ര. ശരിക്കും പറഞ്ഞാൽ ചിമ്മിണി ഡാം കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ടൈം മാനേജ് ചെയ്തിരുന്നെങ്കിൽ അത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതത്ര ഓർത്തില്ല. 5 മണിയാകുമ്പോൾ അടയ്ക്കും എന്നുള്ളത് പണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്. പണ്ട് ഇങ്ങനെ ചിമ്മിണി ഡാമിനെ പറ്റിയൊക്കെ കുറച്ചാൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ മറന്നുപോയി. പിന്നെ സ്ഥലം നോക്കിയപ്പോഴും ഡാം 5 മണിയാകുമ്പോൾ അടയ്ക്കും എന്നുള്ള കാര്യം ആ ഒരു ബോധം വന്നില്ല. സാധാരണ ഹസ്ബൻഡ് നോക്കാറുള്ളതാണ്. പിന്നെ അതോട് സമയം നോക്കിയില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ കുഴപ്പമില്ല, ഇൻഷാ അല്ലാ ഇനിയും വരാമല്ലോ. അപ്പോൾ ഞങ്ങൾ ചൊക്കനയിൽ ഈ ചിമ്മിണിയും ചൊക്കനയും ഈ രണ്ടും ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ചിമ്മിണി അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ഇപ്പോൾ ചൊക്കനയ്ക്ക് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് കാണാം. വാവ് അടിക്കാനുള്ള നല്ല അടിപൊളി സീനറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആസ് യൂഷ്വൽ നമ്മൾ ഇത്ര നേരം കണ്ട പോലെ കുറേ റബ്ബർ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ ദേ നല്ല അടിപൊളി പുഴ ഒഴുകുന്നുണ്ട്. ഇല്ല വീഴൂല, നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നടന്നു പോവാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എത്തിയേ പിന്നെ കുറേ മഴ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സംഭവം. പിന്നെ മഴ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ ഒരു പാലത്തിൽ കൂടിയാണ് നമ്മൾ പോവാൻ പോകുന്നത്. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും.
വിചാരിക്കുന്ന പോലെയല്ല, നടുവിലെത്തുമ്പോൾ പേടിയാവും. എടുത്തോ എടുത്തോ എടുത്തോ, കൊലിക്ക് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ച് നടന്നപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ റിട്ടേൺ അടിച്ചു. അയ്യോ എനിക്ക് പേടിയുണ്ട് കേട്ടോ. പാലം കുലുങ്ങിയപ്പോൾ ചെറുതായിട്ട് പേടി വന്നു. ബിസ്മില്ലാഹിർ ഇക്കാ കുലുക്കരുതിട്ടാ, അപ്പൊ അതൊക്കെ നടക്കുക. അപ്പോൾ അവര് റിട്ടേൺ അടിച്ചപ്പോ പാലം കിടന്ന് കുലുങ്ങണ്. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ തിരിച്ചടന്നു ഗൈസ്. അപ്പോൾ ഇത് നമ്മ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുമ്പോൾ നന്നായിട്ട് കുലുങ്ങൂട്ടാ പാലം. എനിക്ക് അത് പേടിയാണ്. അമ്പോ പൊളി. ഇത്രയും ദൂരം യാത്ര ചെയ്തെങ്കിൽ എന്താ, ഈ കാഴ്ചയൊക്കെ കാണണ്ടേ. അമ്പോ പൊളിട്ടാ. രക്ഷയില്ല. വന്നത് വെറുതെ ആയില്ല. ഇത് കുലുങ്ങണുണ്ട്, കുലുങ്ങുമ്പോ പേടിയാവണുണ്ട്. എവിടെ നിൽക്കണ് ഇല്ലാ. ഇക്കാ വരുമോ? ഇവിടെ നടച്ച വരെ നടക്കാൻ പറ്റുമോ? അവനെ കൊണ്ടിണ്ട. ഇത് അത്യാവശ്യം കുലുങ്ങണുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. വീണാലും പുഴയിലുണ്ടാവും. അധികം ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടുമായിരിക്കും. ഇടിമിന്നലൊക്കെ ഉണ്ട്. പേടിയൊക്കെ ഉണ്ടെങ്കിലും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര മഴ പെയ്യാനൊന്നും ഇപ്പം അധികം ആഗ്രഹമില്ല. നമ്മുടെ വയനാട് ദുരന്തമൊക്കെ കണ്ടതിൽ പിന്നെ എന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും മൂവ് ഓൺ ചെയ്യണമല്ലോ. പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ മനസ്സും ഒരു ഇതാവും. കുഴപ്പമില്ല ചേട്ടാ, സക്സസ് എത്തി. യെസ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വന്നത്. ഇക്ക അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മോൻ വരാൻ കൂട്ടാക്കണില്ല. എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അവന് വരില്ലല്ലോ. അപ്പോൾ രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു പാലം കാണാനാണ് ഞങ്ങൾ വന്നത് അവിടുന്ന്. കൊള്ളാം. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ മിസ്സാക്കണ്ട. അധികം മഴയൊന്നും ഇല്ലാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ ക്ലൈമറ്റ് വെതർ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടാവും എന്നാണ് വെതർ കണ്ടീഷൻ കണ്ടത്. അതനുസരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളപ്പോഴൊന്നും വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. റിസ്ക് എടുക്കാതെ വരാൻ പറ്റുന്നവർക്കൊക്കെ വരാം. എന്നാലും ഭയങ്കര ഇടിമിന്നൽ അങ്ങനെയുള്ള മഴയുള്ള സമയത്തൊന്നും വരാതിരിക്കുക. അപ്പോൾ ഇവരാണ് പാലത്തുമ്മലുണ്ടായിരുന്നത്. ഇവർ ഫോട്ടോഷൂട്ട് താഴെ ചെന്നിട്ട് എടുക്കുന്നുണ്ട്. പാലത്തുമ്മൽ കുറേ എടുത്തായിരുന്നു. അവർ പോയി, എന്നെ ഒറ്റയ്ക്കിട്ട് പോയാ. അയ്യോ, എനിക്കിനി ആരാ ഫോട്ടോ എടുത്ത് തരാ? അപ്പം അപ്പോഴാ അമ്പോ പോയോടന്ന് കളിയാക്കണ്ടേ. വഴുക്കലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പുഴയുടെ ഭാഗത്തുള്ള വീഡിയോ ഒക്കെ എടുത്തുന്നത് അവിടെ നിൽക്കുന്ന പയ്യന്മാരിൽ ഒരാളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വഴുക്കലുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങാനും നിന്നില്ല. അപ്പോൾ അവരവിടെ ഓൾറെഡി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നത് കാരണം അവരെനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങിയാലും കൂടി ഗൂഗിൾ മാപ്പ് ഇടാനൊന്നും ഹസ്ബൻഡ് വലിയ താല്പര്യമില്ല. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഈ ഒരു ഗൂഗിൾ മാപ്പിലിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഹസ്ബൻഡിന് അധികം ഗൂഗിൾ മാപ്പ് ഇട്ട് വരാനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ചോദിച്ച് ആണ് അപ്പം ഞങ്ങൾ എവിടെ പോയാലും സ്ഥലത്ത് യാത്രയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എത്തിയത്. അതുപോലെ ഞങ്ങളുടെ പ്ലാന് ഞങ്ങൾ ആദ്യം ഈ ഒരു സ്പോട്ടായിരുന്നില്ല, എങ്ങോട്ടെങ്കിലും പോവാം എന്നുള്ള ലെവലിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അത്രയും ടൈം ട്രാവലിങ്ങും വന്നത്. രാത്രിയായി, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചൊക്കന സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് പിള്ളേരുകളുണ്ടായില്ലേ, അവരിത് പറഞ്ഞു ഫോട്ടോ എടുത്ത് തരാമെന്ന്, നല്ല പയ്യന്മാർ. അപ്പോൾ അവരെനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു ഗൈസ്. ഇവർ രണ്ടാളും കയറിയില്ല. ഉണ്ണി കയറാൻ കൂട്ടാക്കുണ്ടായില്ല, അപ്പോൾ ഇക്കയും കയറിയില്ല. അവർക്ക്
പിന്നെ വലിയ കയറിയാലും കയറിയില്ലെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് അവർ കയറാത്തതിൽ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരിക്കലെങ്കിലും വന്ന് കാണണം. നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെപ്പോഴും ഇങ്ങനെ ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ യാത്രകൾ എപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ കൊള്ളാട്ടാ, നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ വരുമ്പോൾ എന്തായാലും ആസ് യൂഷ്വൽ നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, നല്ലതായിട്ടായിരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ നല്ലൊരു വൈബുണ്ട്. മഴയില്ല, ചെറിയൊരു തുള്ളൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നല്ലത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.